വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബാങ്കിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഠിക്കണം എന്ന് ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാങ്കിങ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Imperial Bank of India was renamed as State Bank of India after nationalization. നാഷണലൈസേഷന് ശേഷമാണ് എന്ത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ റീനെയിം ചെയ്ത് എന്തായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ റീനെയിം ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്? ആഫ്റ്റർ നാഷണലൈസേഷൻ ഇൻ ദ ഇയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1955 അല്ലേ. 55 ശേഷമാണ് എന്ത് ചെയ്തത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്താ അറിയപ്പെട്ടു? പിന്നെ SBI എന്ന പേരിലാണ് അറിയപ്പെട്ടത് കേട്ടോ. നാഷണലൈസേഷന് ശേഷം 1955 ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? ജനുവരി 27, 1921 JM കെയ്ൻസ് ആയിരുന്നു എന്ത് ഫൗണ്ട് ചെയ്തത് കേട്ടോ. പിന്നെ 3 ബാങ്കുകൾ, അതായത് 3 പ്രവിശ്യ ബാങ്കുകൾ ഉണ്ടായിരുന്നു. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 കൂടി എന്ത് ചെയ്തു? ഒന്നായി. അതിനുശേഷമാണ് എന്തായത്? നമ്മൾ ഇമ്പീരിയൽ ബാങ്ക് ആയത് കേട്ടോ. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ബംഗാളിൻ്റെയൊക്കെ ഫോർമേഷൻ ഡേറ്റ് ചോദിച്ചു കണ്ടിട്ടില്ല. വർഷം ഓർത്തിരിക്കുക, 1806 ജൂൺ 2, 1806. അത് കഴിഞ്ഞ് ബോംബെ ആണെങ്കിൽ 1840 വർഷം. ഏപ്രിൽ 15 ഡേറ്റ്. മദ്രാസ് ആണെങ്കിൽ ജൂലൈ 1, 1843. അപ്പോൾ വർഷം പഠിക്കുക 1806, 1840, 1843. ബാങ്ക് ഓഫ് ബംഗാൾ 1806, ബാങ്ക് ഓഫ് ബോംബെ 1840, ബാങ്ക് ഓഫ് മദ്രാസ് 1843. അങ്ങനെ അതെല്ലാം കൂടി ഒരുമിച്ച് എന്തായി ഇമ്പീരിയൽ ബാങ്കായി. ആ ഡേറ്റും പഠിക്കണം, 27 ജനുവരി 1921. അതിന് ശേഷമാണ് എന്ത് SBI മാറിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്ത് 1955 ഓൺ ദ റെക്കമെൻഡേഷൻ ഏത് കമ്മിറ്റിയാണ്? ഗോർവാല കമ്മിറ്റി ആയിരുന്നു. എന്നിട്ട് സ്റ്റേറ്റ് ബാങ്ക് എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. ഓക്കെ, അടുത്തത് ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് കൺവേർട്ടഡ് ടു ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ എന്നാണ് കൺവേർട്ട് ചെയ്തത്? ആഫ്റ്റർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ഇറ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 60% സ്റ്റേക്ക് ഷെയർ എടുത്തായിരുന്നു കേട്ടോ. ഇൻ ദ ന്യൂലി ഫോംഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 60% ഷെയർ ആരുടെ ആയിരുന്നു? RBIയുടെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ജൂലൈ 1, 1955. ജസ്റ്റ് പഠിച്ചോട്ടെ, നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആ ഡേറ്റ് മാത്രം കൊടുത്താണ് കേട്ടോ. ജൂലൈ 1, 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ കൺവേർട്ടഡ് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത് കേട്ടോ. ജൂലൈ 1, 1955. ജൂലൈ 1, 1955. ഏതാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞത്? ഏതാണ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്? ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അടുത്തത് ദ ടേം ഷാഡോ ബാങ്ക്. ഷാഡോ ബാങ്ക് കോയിൻ ചെയ്തത് ആരാണ്? ഒരു പദം പോൾ മക്കുല്ലെയാണ് 2007 ഇത്തരത്തിൽ ഷാഡോ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു പദം കോയിൻ ചെയ്തത്. ഓക്കെ, വിച്ച് ബാങ്ക് സ്റ്റാർട്ടഡ് മർച്ചൻ്റ് ബാങ്കിങ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് മർച്ചൻ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? മർച്ചൻ്റ് ബാങ്ക് തുടങ്ങിയത് ഗ്രീൻലേസ് ബാങ്ക് ആണ് അല്ലേ. ഗ്രീൻലേസ് ബാങ്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ 1967. പക്ഷേ അതൊരു ഫോറിൻ ബാങ്ക് ആണല്ലോ. പക്ഷേ ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SBI ആണ്. 1972 എന്നും കാണുന്നുണ്ട്, 73. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, 72, 73 കാലഘട്ടത്തിലാണ് മർച്ചൻ്റ് ബാങ്കിങ് ആര് സ്റ്റാർട്ട് ചെയ്തത്? SBI സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബാങ്ക് എന്ന് ചോദിച്ചാൽ SBI ആണ്. മർച്ചൻ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് SBI ആണ്. പക്ഷെ കൊണ്ടുവന്നത് ഗ്രീൻലൈൻസ് ബാങ്ക് ആയിരുന്നു 1967. അടുത്തത് NBFCs ആർ കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956 കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനീസാണ് NBFCs എന്ന് പറഞ്ഞാൽ കേട്ടോ. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സംഭവങ്ങളും എൻറ്റിറ്റീസും. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓഫറിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അവർ കൊടുക്കുന്നുണ്ട്. അക്വയറിങ് ഷെയർസ്, സ്റ്റോക്സ്, ബോൺസ്, ഡിബഞ്ചേഴ്സ് ഓർ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. പിന്നെ ഓപ്പറേറ്റിംഗ് ഡെപ്പോസിറ്റ് സ്കീംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ ഓൾ ഓഫ് ദീസ് ആണ് കൊടുക്കാൻ പറ്റുക. എല്ലാതും നമ്മുടെ NBFCI ബന്ധപ്പെട്ടതാണ്. അപ്പോൾ NBFCs ആർ കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. എൻഗേജ്ഡ് ഇൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്? അവരുടെ ഓഫറിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അക്വയറിംഗ് ഷെയർസ്, സ്റ്റോക്സ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഓപ്പറേറ്റിംഗ് ഡെപ്പോസിറ്റ് സ്കീം. ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് NBFCയുടെ.
ഇനി NBFC ചെയ്യാൻ പാടില്ലാത്ത ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ചെയ്യാത്ത ബിസിനസ്സുകളെ കുറിച്ച്. NBFCs ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് പ്രിൻസിപ്പൽ ബിസിനസ് ഈസ് ദാറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി പാടില്ല. പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് എനി ഗുഡ്സ് അതർ ദാൻ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക, പക്ഷേ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ പ്രൊവൈഡിങ് എനി സർവീസ് ആൻഡ് സെയിൽ, പർച്ചേസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ യാതൊരു പരിപാടികളും ഇല്ല. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ ഓൾ ഓഫ് ദീസ് ആണ് വരിക കേട്ടോ. NBFCസിന് എന്തൊക്കെയല്ലാത്തത്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഇല്ല, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഇല്ല, പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് എനി ഗുഡ്സ്, അതായത് സെക്യൂരിറ്റീസ് കൂടാതെയുള്ള ഗുഡ്സ് പർച്ചേസ് സെയിലൊന്നുമില്ല. പ്രൊവൈഡിങ് എനി സർവീസ് ആൻഡ് സെയിൽ, അതുപോലെ പർച്ചേസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി അലൗബിൾ അല്ല. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ കൊടുക്കുക കേട്ടോ. അടുത്തത് ദ ഫങ്ഷൻസ് ഓഫ് ദ NBFCs ആർ മാനേജ്ഡ് ബൈ ബോത്ത് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും അതുപോലെ തന്നെ RBIയും ഒരുമിച്ചാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വാട്ട് ഈസ് ദ ബാങ്കും NBFCയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ബാങ്കുകൾ നോർമലി ഡിമാൻഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കും അല്ലേ, പക്ഷേ NBFCs കനോട്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റില്ല. പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ബാങ്ക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ സജീവമാണ്, പക്ഷേ NBFCയിൽ എന്ത് ചെയ്യാൻ പാടില്ല, പേയ്മെൻറ്റോ സെറ്റിൽമെൻറ്റോ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റുകളാണ് NBFC ബാങ്കും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഡെപ്പോസിറ്റ് എടുക്കണം. ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈസ് നോട്ട് അവൈലബിൾ ടു ഡെപ്പോസിറ്റേഴ്സ് ഇൻ NBFCs. അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എടുക്കണം, നിർബന്ധമാണ്. പക്ഷേ NBFCസിന് എന്തില്ല, DICGCയുടെ കവറേജ് ഒന്നും കിട്ടില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഇവർ എല്ലാ തരത്തിലുള്ള ലോണുകളും കൊടുക്കും. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബാങ്കും NBFCയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. NBFCs പേഴ്സണൽ ലോണൊക്കെ കൊടുക്കും കേട്ടോ. പേഴ്സണൽ ലോണ്, ഹോം ലോണ്, വെഹിക്കിൾ ലോണ്, ഗോൾഡ് ലോണ്, മൈക്രോ ഫിനാൻസ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് അതൊക്കെ ചെയ്യും. അപ്പോൾ ഇവർക്ക് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അവർക്ക് ഈ FD പോലെ, അതായത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല നമ്മൾ പഠിച്ചു. FD പോലെയുള്ള കറക്റ്റ് പീരീഡിന് ഇടുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് സ്വീകരിക്കാം. മിനിമം ഓഫ് 12 months ആണ്. മിനിമം 12 monthsഉം അതുപോലെ മാക്സിമം 60 monthsഉം കൂടാൻ പാടില്ല എന്നും കണ്ടീഷൻ ഉണ്ട്. അടുത്തത് വിച്ച് പ്രൈവറ്റ് ബാങ്ക് വാസ് ഏർലിയർ നോൺ ആസ് കുംഭകോണം ബാങ്ക് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണെന്നാണ് കേട്ടോ. കുംഭകോണം ബാങ്ക് ലിമിറ്റഡ് എന്നറിയപ്പെട്ടത് സിറ്റി യൂണിയൻ ബാങ്കാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ബാങ്ക് ലൈക്ക് ആക്ടിവിറ്റീസ്. ബാങ്ക് പോലെ തന്നെ ആക്ടിവിറ്റീസാണ്. മെയിൻലി ലെൻഡിങ്, പ്രധാനമായിട്ട് കൊടുക്കൽ. ദാറ്റ് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ ബാങ്കിങ് സെക്ടറിൽ നിന്നും പുറത്തുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാങ്കിങ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് പറഞ്ഞിട്ടുള്ളത് ഷാഡോ ബാങ്കിങ് എന്നാണ്. അപ്പോൾ ഷാഡോ ബാങ്കിങ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ബാങ്ക് ലൈക്ക് ആക്ടിവിറ്റീസ് മെയിൻലി ലെൻഡിങ് ദാറ്റ് ടേക്സ് place outside the traditional banking sector. It is also referred as non-banking financial intermediaries or market-based finance. ഡെപ്പോസിറ്റ് ബാങ്കിങ് പോപ്പുലർ. ഡെപ്പോസിറ്റ് ബാങ്കിങ് എവിടെയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലാണ്. മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മർച്ചൻറ്റ് ബാങ്ക് ആണ് കേട്ടോ. മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മർച്ചൻറ്റ് ബാങ്ക്. അടുത്തത് SHEയുടെ പ്രധാനപ്പെട്ട പർപ്പസ് നോക്കുകയാണെങ്കിൽ ടു പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ എംപവർമെൻറ്റ് ഓഫ് വുമൺ, അതുണ്ട്, പുവർ വുമൺ. ടു പ്രൊവൈഡ് മാക്രോ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ടു പ്രൊമോട്ട് സോഷ്യൽ അവെയർനെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇതെല്ലാം SHGയുടെ മെയിൻ പർപ്പസുകൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക് വാസ് ഒറിജിനലി ഫിക്സഡ് അറ്റ് 1 crore ആണ് പണ്ട് ഫിക്സ് ചെയ്തിരുന്നത്. പിന്നെ അത് 5 കോടിയാക്കി. ഇപ്പോൾ പുതുതായിട്ട് 2000 കോടി ആസ്തി വേണം എന്നാണ് സർക്കുലറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് RRB വാസ് ഒറിജിനലി ഫിക്സഡ് അറ്റ് 1 crore ആയിരുന്നു. പിന്നെ അത് റീസെൻ്റ്ലി റേസ് ചെയ്തിട്ട് 2000 crore ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ആഗ്രി ക്ലിനിക്സ് അല്ലെങ്കിൽ ആഗ്രി ബിസിനസ് സെൻറ്റേഴ്സ്. ഇത് ലോഞ്ച് ചെയ്തത് ഏത് സ്കീം പ്രകാരമാണെന്നാണ്. ആഗ്രി ക്ലിനിക് അതുപോലെ ആഗ്രി ബിസിനസ് സെൻറ്റർ അത് നബാർഡിൻ്റെ സ്കീമാണ് കേട്ടോ. നബാർഡാണ് ഒരു കണ്ടിന്യൂയിങ് സ്കീമാണ് ടു സപ്പോർട്ട് എൻ്റർപ്രണേഴ്സ് ഹു പ്രൊവൈഡ് എക്സ്പെർട്ട് അഡ്വൈസ് ടു ദ ഫാർമേഴ്സ് ഓൺ വാരിയസ് ആസ്പെക്ട്സ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ.
അടുത്തത് ദ ഇൻട്രസ്റ്റ് ഇൻ ദ സേവിങ്സ് അക്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡെയിലി ബാലൻസിൽ കാൽക്കുലേറ്റ് ചെയ്യും. അത് ഫ്രം അതുപോലെ April 1, 2010 ആണെങ്കിൽ ആ ഡേറ്റ് ആൻഡ് ഈസ് ക്രെഡിറ്റഡ് ഓൺ ക്വാർട്ടർലി ബേസിസിലാണ് ക്രെഡിറ്റ് ചെയ്യുക കേട്ടോ. ഇൻട്രസ്റ്റ് ഇൻ ദ സേവിങ്സ് അക്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ എ ഡെയിലി ബേസിസ് ഫ്രം April 1, 2010 തൊട്ടിട്ട് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈസ് ക്രെഡിറ്റഡ് ചെയ്യുന്നത് എന്താണ്, ക്വാർട്ടർലി ബേസിസിലാണ്. ഇനി അടുത്തത് നമ്മുടെ CRRുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് ഡസ് ദ RBI പേ ടു ബാങ്ക്സ് ഓൺ ദ CRRന് എത്ര ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക എന്നാണ്. അപ്പോൾ CRRന് ഇൻട്രസ്റ്റ് ഇല്ല, 0% ആണ്, നോ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് കൊടുക്കാം. അടുത്തത് ടു കാൽക്കുലേറ്റ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ദ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഏതൊക്കെ റിസ്കുകളാണ് അവർ ഈ ഒരു CAR അതായത് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കാണാൻ വേണ്ടി കൺസിഡർ ചെയ്യുക. അപ്പോൾ എല്ലാ റിസ്കുകളും, ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേറ്റിംഗ് റിസ്ക്, എല്ലാ റിസ്കുകളും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. വിച്ച് വൺ ഈസ് നോട്ട് അണ്ടർ ദ 3 pillars ഓഫ് ബേസൽ 3 നോംസിൽ ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഡിസിപ്ലിൻ ഉണ്ട്, മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട്, സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ റിസ്ക് ഓറിയൻറ്റഡ് സൂപ്പർവിഷനാണ് ഇല്ലാത്തത്, അതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ. അടുത്തത് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഈസ് ദ കമ്മിറ്റി ഓഫ് ബാങ്കിങ് സൂപ്പർ അതോറിറ്റീസ് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ്. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അതൊരു കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിൻ്റെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് ബേസൽ കമ്മിറ്റിയുടെ ഒരു എന്താ പറയുക കണ്ടുപിടുത്തത്തിന് കാരണം. നെക്സ്റ്റ് ഓപ്പറേഷണൽ റിസ്ക് എന്താണ്? ഓപ്പറേഷണൽ റിസ്ക് ഈസ് ദ റിസ്ക് ലോസ് ഓഫ് റേസിംഗ് ഫ്രം വാരിയസ് ടൈപ്സ്. ഏതൊക്കെ ടൈപ്സ് ആണ്? ഹ്യൂമൻ എറർ ആവാം, സിസ്റ്റം ഫെയിലിയർ ആവാം, ബ്രേക്ക് ഡൗൺ ഇൻ ദി ഇൻറ്റേർണൽ കൺട്രോൾ. ഇതൊക്കെ ഓപ്പറേഷണൽ റിസ്ക്കുമായി ബന്ധപ്പെട്ടതാണ്. സോ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിസ്ക് ഓഫ് ഡീഫോൾട്ട് ഓൺ എ ഡെറ്റ് ദാറ്റ് മേ അറൈസ് ഫ്രം എ ബോറോവർ ഫെയിലിംഗ് ടു മേക്ക് റിക്വയർഡ് പേയ്മെൻറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിസ്ക് ഓഫ് ഡീഫാൾട്ട് ഓൺ, ഒരു ഡെറ്റിന് ഡീഫോൾട്ട് വരുത്തുക, എന്നിട്ട് അതുമൂലം ബോറോവർ ഫെയിലിംഗ് ടു മേക്ക് റിക്വയർഡ് പേയ്മെൻറ്റ്സ് നടത്താതിരിക്കുക. അപ്പോൾ അത് ഏത് റിസ്കിന് ഉദാഹരണമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിസ്ക് ഓഫ് എ ഡീഫോൾട്ട് ഓൺ എ ഡെറ്റ് ദാറ്റ് മേ അറൈസ് ഫ്രം ബോറോവർ അതായത് ഫെയിൽ ചെയ്തു ടു മേക്ക് റിക്വയർഡ് പേയ്മെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഫണ്ട് അടവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്രെഡിറ്റ് റിസ്ക് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ അലൗബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്യുപ്മെൻറ്റിന്? മീഡിയം എൻ്റർപ്രൈസിൻ്റെ ഗൈഡ് ലൈൻസ്, MSMEയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള അലൗബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. 125 crores കോടി. അടുത്തത് DICGC ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നുണ്ട്. അത് എമൗണ്ട് പെർ ഡെപ്പോസിറ്റർ എത്ര രൂപ കിട്ടും എന്നാണ്. 5 ലക്ഷമാണ് കേട്ടോ. പെർ ഡെപ്പോസിറ്റ് 5 ലക്ഷമാണ് കിട്ടുക. ഓക്കെ. അപ്പോൾ ഇന്ത്യ IMFിലൊരു മെമ്പറായിരുന്നു. അത് എന്ന് മുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്ത്യ IMFിലെ മെമ്പറായത് എന്ന് മുതലാണ്? 1945 മുതലാണ് ഇന്ത്യ IMFിലെ മെമ്പറായിട്ടുള്ളത് കേട്ടോ. ഇന്ത്യ ജോയിൻഡ് IMF ഓൺ December 27 കൂടെ ഓർത്ത് വയ്ക്കുക. December 27, 1945 പിന്നെ ആക്റ്റീവ് മെമ്പർ ആയിട്ടുണ്ട് പല സമയത്തും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.